പൊതുമരാമത്ത് വകുപ്പിനെതിരെ വീണ്ടും പരോക്ഷ വിമർശനവുമായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചയിൽ ന്യായീകരണമില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം. വൈദ്യുതി ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയിലെ പൊതുവേദിയിലായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിൽ 3 PWD ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആശുപത്രിയിലെ ജനറേറ്റർ മെയിൻ്റനൻസ് ചുമതലയിലുണ്ടായിരുന്ന PWD ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ പോലും അംഗീകരിക്കാത്ത വീഴ്ചയിൽ ന്യായീകരണമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം SIT ഹോസ്പിറ്റലിൽ ഉണ്ടായതുപോലുള്ള ആക്ഷേപങ്ങൾക്ക് അതിന് ന്യായീകരണമൊന്നും നമുക്കില്ലെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാതെ പോകുന്നത് ശരിയാകില്ല. ഏതായാലും 2 മണിക്കൂറിലധികം നേരം SIT ഹോസ്പിറ്റലിൽ വൈദ്യുതി ഇല്ലാതെ പോയത് അത് യാദൃച്ഛികമാണെന്ന് പറയാൻ വേണ്ടി പറ്റുകയല്ല. അത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്, യാദൃച്ഛികമല്ല. പരോക്ഷമായി പൊതുമരാമത്ത് വകുപ്പിനെയും കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇടമേതാണെന്ന് പോലും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനായിട്ട് വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിക്കാതെ പോയി എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നവും ഇതുപോലൊരു കൂട്ടായ്മയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് PWD വകുപ്പിനെതിരെയുള്ള വിമർശനം മുഹമ്മദ് റിയാസ് കടകംപള്ളി പോരിലേക്ക് എത്തിയിരുന്നു. CPIM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും വകുപ്പുകൾക്കെതിരെയുള്ള കടകംപള്ളിയുടെ വിമർശനത്തിൽ പാർട്ടി നിലപാടാണ് നിർണായകം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം.